ഗവൺമെൻറ് റോൾ ഇൻ ഹെൽത്ത്. വാട്ട് ഈസ് ഹെൽത്ത്? ആരോഗ്യം എന്നാൽ രോഗങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും മുക്തമായി തുടരാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യം, ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനം ഇന്ത്യയിൽ എത്തരത്തിലാണ് എന്ന് നോക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായ രാജ്യമാണ് ഇന്ത്യ. മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് 4-ാം സ്ഥാനമാണ് ഉള്ളത്. ഡോക്ടേഴ്സ് കൂടുതലും നഗരപ്രദേശങ്ങളിലാണ് സ്ഥിരതാമസം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് ലഭിക്കണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായി വരുന്നു. ഇത് നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ ഒരു പോരായ്മയാണ്. 2 തരത്തിലുള്ള ഹെൽത്ത് കെയർ സർവീസ് ഇന്ത്യയിലുണ്ട്. ഒന്ന് പ്രൈവറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റവും 2 പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റവും. പബ്ലിക് ഹെൽത്ത് കെയർ സർവീസ് എന്നാൽ ഗവൺമെൻറ് നടത്തുന്ന ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും ശൃംഖലയാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത്. പൊതുജനാരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദരിദ്രർക്ക് പോലും നേടാൻ കഴിയുന്ന തരത്തിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ അല്ലെങ്കിൽ ചികിത്സകൾ തുടങ്ങിയവയൊക്കെ സൗജന്യമോ കുറഞ്ഞ ചെലവിലോ നൽകുക എന്നതാണ് പൊതുജനാരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് ഹെൽത്ത് സർവീസ് എന്നത് ഗവൺമെൻറ് നടത്തുന്നതല്ല, മറിച്ച് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ ഒക്കെ കീഴിൽ വരുന്നതിനെയാണ് പ്രൈവറ്റ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾക്കായി പണം മുടക്കേണ്ടതായി വരുന്നൊരു സാഹചര്യമാണ് പ്രൈവറ്റ് ഹെൽത്ത് സർവീസിൽ ഉള്ളത്. ഇന്ത്യയിൽ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സർവീസ് നാൾക്ക് നാൾ കൂടി വരികയാണ്. പ്രൈവറ്റ് ഹെൽത്ത് കെയർ സർവീസ് ചിലവ് കൂടുതലും ജനങ്ങൾക്ക് താങ്ങാനാവുന്നതിലും കൂടുതലാണ്. പ്രൈവറ്റ് ഹെൽത്ത് കെയർ സർവീസിൽ നിരവധി അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അസുഖബാധിതരായിരിക്കുമ്പോൾ അതിൽ 20% പേർക്ക് മാത്രമാണ് മരുന്നുകൾ വാങ്ങിക്കാൻ സാധിക്കുന്ന അളവിൽ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടിട്ടുള്ളത്. ഇനിയും ഹെൽത്ത് കെയറും ഇക്വാളിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാൽ, ഇന്ത്യയിൽ നിരവധി മെഡിക്കൽ ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്കാളും ഇന്ത്യയിൽ മെഡിക്കൽ സേവനം മികച്ചതായതിനാലാണ് ഇത്തരത്തിൽ എത്തുന്നത്. ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ 21% കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ സാംക്രമിക രോഗങ്ങൾ വെള്ളത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയറിയ, വോംസ്, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയൊക്കെ അത്തരത്തിൽ പകരുന്ന രോഗങ്ങളാണ്. ഇന്ത്യയിൽ പകുതിയിലധികം കുട്ടികൾക്കും പോഷകക്കുറവുണ്ട്. ആവശ്യമായ അവർക്ക് സഹായവും ലഭ്യമാകുന്നില്ല. ഇനിയും ദരിദ്രർക്കും പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും എല്ലാ പൗരന്മാർക്കും ക്വാളിറ്റി ഹെൽത്ത് കെയർ നൽകുക എന്നത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 1996 കേരളത്തിലെ ആരോഗ്യ ബജറ്റ് പഞ്ചായത്ത് ലെവൽ മുതൽ അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. കോസ്റ്റാറിക്ക ഗവൺമെൻറ് നടപ്പിലാക്കിയ ഹെൽത്ത് കെയർ സിസ്റ്റം വഴി എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ രീതിയിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകുന്ന ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത്.